സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അറബിക്കടലിൽ രൂപം കൊണ്ട ശക്തമായ ന്യൂനമർദ്ദത്തിന്റെയും കാലവർഷക്കാറ്റിന്റെയും സ്വാധീന ഫലമായാണ് കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. മലയോര മേഖലകളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ പ്രത്യേകമായി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലും മഴയുടെ ശക്തി തുടരുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതിനാൽ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും തന്നെ പുറത്തിറങ്ങരുതെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ്, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ കോളേജുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമാണ്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ മുൻകരുതൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മഴക്കെടുതിക്ക് പുറമെ കടൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നാളെ രാത്രി വരെ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും തീവ്രമായ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമായാൽ അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണം. ചെറിയ വള്ളങ്ങളും മത്സ്യബന്ധന യാനങ്ങളും സുരക്ഷിതമായി കെട്ടി സൂക്ഷിക്കേണ്ടതാണ്. ബീച്ചിലേക്കുള്ള എല്ലാത്തരം യാത്രകളും വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്. തീരദേശത്ത് കടൽ ഭിത്തികൾ തകർന്ന സ്ഥലങ്ങളിൽ അടിയന്തരമായി മണൽച്ചാക്കുകൾ പെറുക്കിവയ്ക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട്. അതേസമയം മഴയുടെ ശക്തി കുറഞ്ഞത് മധ്യ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ആറന്മുളയിലും റാന്നിയിലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും വീടുകളിലെയും പൊതുസ്ഥലങ്ങളിലെയും വെള്ളം പൂർണ്ണമായും വറ്റിപ്പോകാൻ ഇനിയും 2 ദിവസമെങ്കിലും വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. പ്രളയബാധിത പ്രദേശങ്ങളിൽ വീടുകൾ വൃത്തിയാക്കുന്ന ജോലികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒത്തൊരുമിച്ച് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നുണ്ട്. എന്നാൽ ആലപ്പുഴയിൽ താഴ്ന്ന പ്രദേശങ്ങളും കുട്ടനാട് ഉൾപ്പെടെയുള്ള പാടശേഖരങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. കുട്ടനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നുകളും എത്തിച്ചു നൽകാൻ ജില്ലാ ഭരണകൂടവും സന്നദ്ധ സംഘടനകളും രംഗത്തുണ്ട്. ഇടുക്കി ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള രാത്രികാല യാത്രകൾക്കും ഖനന പ്രവർത്തനങ്ങൾക്കുമുള്ള നിരോധനം ഇപ്പോഴും തുടരുകയാണ്. മലയോര മേഖലകളിലൂടെയുള്ള രാത്രിയാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ റവന്യൂ വകുപ്പിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ചേരുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ കേരളത്തിലെ മഴക്കെടുതിയും തുടർന്ന് സ്വീകരിക്കേണ്ട അടിയന്തര മുൻകരുതലുകളും വിശദമായി ചർച്ച ചെയ്യും. പ്രളയത്തിൽ വീടുകളും മറ്റും നഷ്ടപ്പെട്ട സാധാരണക്കാരെ സഹായിക്കുന്നതിനായി പ്രത്യേക പുനരധിവാസ പാക്കേജ് ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ആറന്മുള ഉൾപ്പെടെയുള്ള ദുരന്തബാധിത മേഖലകൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായവും പുനർനിർമ്മാണ പദ്ധതികളും നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനവും ഈ യോഗത്തിൽ ഇന്ന് ഉണ്ടായേക്കും. കൂടാതെ തകർന്ന റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ള പദ്ധതികൾ എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കാൻ തുക അനുവദിക്കുന്നത് സംബന്ധിച്ചും ഇന്നത്തെ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സാംക്രമിക രോഗങ്ങൾ തടയുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകും. ഈ ദുരന്തഘട്ടത്തിൽ സർക്കാരിന്റെയും വിവിധ സേനാ വിഭാഗങ്ങളുടെയും പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, ഫയർ ആൻഡ് റെസ്പോൺസ് ഫോഴ്സ്, സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ എന്നിവർ രാപ്പകലില്ലാതെ രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സജീവമായി രംഗത്തുണ്ട്.